ഹലോ എവ്രി വൺ. ഇന്ന് നമുക്കൊരു ഈസി പഫ്സ് റെസിപ്പി ആയാലോ? ഞാനൊരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ആകെ 2 ക്വാണ്ടിറ്റിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത ഓണിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ആകെ മസാലപ്പൊടി എന്ന് പറയുന്നത് ഉപ്പ്, മഞ്ഞൾ, മുളക്, അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാല. ഇത്തിരി കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് നോർമലി ഓവനിൽ കിട്ടുന്ന ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ പഫ് പേസ്ട്രി ഷീറ്റാണ്. ഞാനിതിനു മുമ്പ് പഫ്സ് ട്രൈ ചെയ്ത ടൈമിൽ ഇത് മൊത്തമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അത് ഫോൾഡ് ചെയ്തിട്ട് എഡ്ജസ് മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓണിയൻസ് അത്ര ഡ്രൈ ആയി കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഈ തവണ ഞാൻ അതുകൊണ്ട് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് നന്നായിട്ട് കുക്കായി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഓണിയൻസിന് അത്ര ഡ്രൈ ആക്കുകയും ചെയ്യില്ല. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്ത പപ്സിനൊരു നല്ല ബ്രൗൺ കളർ കിട്ടും. ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ ജ്യൂസായിരുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ മസാലയും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.